അങ്ങനെ ക്ലൈമാക്സിൽ നായകൻ നായികയുടെ ചുണ്ടിൽ ചുംബിക്കുന്നിടത്താണ് കഥ തീരുന്നത്. അടിപൊളി കഥ, 200 കോടി ഉറപ്പ്. ക്ലൈമാക്സിൽ ലിപ് ലോക്ക് സീൻ ഇല്ലേ, അതൊരു പ്രശ്നവും. എന്ത് പ്രശ്നം? നായികക്ക് ഒക്കെ ആണല്ലോ. എനിക്കൊരു ചെറിയ ചമ്മലി, പക്ഷെ നിർബന്ധിച്ച് ഓക്കെ. ഏയ് അതിന്റെ ആവശ്യമൊന്നുമില്ല. നിന്നെ ഞാൻ നായക സ്ഥാനത്ത് നിന്ന് മാറ്റി ആ റോള് ചെയ്യുന്ന ഇപ്പൊ ഞാനാ. സത്യം പറയാലട്ടെ, ഇപ്പോഴൊരു സമാധാനമായിരുന്നു. ഇന്നലെ ഈ ലിപ് ലോക്കിന്റെ കാര്യം തൊട്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഇനി കിടന്ന് ഉറങ്ങിക്കോ. എനിക്ക് ഈ ലിപ് ലോക്ക് ചെയ്യാൻ പറ്റൂലേട്ടാ, എനിക്ക് അതിനുള്ള കഴിവില്ല. അതെനിക്ക് മനസ്സിലായി. നിന്നെ കൂടെ സിനിമയിലെന്നല്ല ജീവിതത്തിലോ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടല്ലേ നിന്നെ ഞാൻ മാറ്റിയേ. പക്ഷെ ചേട്ടനെ കൊണ്ട് അത് പറ്റും. ചേട്ടന്റെ ക്യാരക്ടർ അടിപൊളിയായിരിക്കും. ഇതൊക്കെ ഒരു മേക്ക് ബിലീഫ് അല്ലേ മോനെ? ചേട്ടാ സൈഡ് റോൾ എനിക്കല്ലേ? അത് നിനക്ക് തന്നെ. സൈഡ് റോളാ നല്ലത്. ചേട്ടാ അന്ന് ഞാനൊന്ന് വീട്ടിലേക്കൊന്ന് വിളിച്ചു പറയട്ടെ. ചെല്ല് കയറിയോ. കിടപ്പറങ്ങും കൂടി സൈഡ് റോളല്ലേ? നീ എങ്ങനെ കൊന്നിടണം പന്നി. എന്തോ നിന്റെ കണ്ണെന്താ പറഞ്ഞിരിക്കുന്നത്? നീ കരഞ്ഞോ? ചെന്നൈ ലിപ് ലോക്കിന്ന് ഒഴിവാക്കിയ ആനന്ദക്കണ്ണിനായിരിക്കും. എടാ നീയേ ആ നായകനെന്ന് വിളിക്കും. നമുക്ക് ആ ലിപ് ലോക്ക് രംഗം ഒന്ന് റിഹേഴ്സൽ ചെയ്യണം. റിഹേഴ്സലാ ചേട്ടാ? നമുക്ക് ഗ്രാഫിക്സിൽ അടുപ്പിച്ചാൽ പോരാ, അതാകുമ്പോ കുഴപ്പമുണ്ടാവില്ല. എന്ത് കുഴപ്പം? എനിക്കും കുഴപ്പമില്ല, ആ കുട്ടിക്കും കുഴപ്പമില്ല. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്കെന്ത് കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല. ആ എങ്കിലേ ആ ലിപ് ലോക്ക് രംഗം റിഹേഴ്സൽ ചെയ്യുമ്പോഴേ നീ എന്റെ മൊബൈലിൽ ഒന്ന് അതൊന്ന് ഷൂട്ട് ചെയ്താണ്. ക്യാമറയില്ലേ? പിന്നെ ആ ചുണ്ടുകളൊക്കെ കൂട്ടി വരുമ്പോൾ ക്ലോസ് ആയിട്ട് എടുക്കണം. ഓക്കെ.